നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിൽ നടന്ന അതിക്രൂരവും അതിപ്രാകൃതവുമായ റാഗിംഗ് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ഒരു മന്ത്രിയുടെയും CPM ജില്ലാ നേതാക്കളുടെയും 2 MLAമാരുടെയും ഇടപെടൽ. ഹോസ്റ്റലിൽ നടന്ന അതിക്രൂരമായ പീഡന രീതികളൊക്കെ ഒഴിവാക്കി നിസ്സാര കുറ്റങ്ങൾ ചുമത്തി കൊടും ക്രിമിനലുകളായ വിദ്യാർത്ഥികളെ രക്ഷിക്കാനാണ് CPM നീക്കം. പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രസ്താവിക്കുമ്പോൾ തന്നെ SFI പ്രവർത്തകരും ഇടത് യൂണിയന്റെ ഭാരവാഹികളുമായ പ്രതികളെ രക്ഷിക്കാൻ CPMലെ ഉന്നത സഖാക്കൾ നേരിട്ടിറങ്ങിയിരിക്കുന്നു. മാത്രമല്ല, റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുക്കേണ്ട ആവശ്യമില്ലെന്നും അന്വേഷണം പൂർത്തിയായെന്നുമാണ് പോലീസ് പറയുന്നത്. അതേസമയം ഹോസ്റ്റലിനുള്ളിൽ പ്രതികളുടെ മുറിയിൽ മാരകായുധങ്ങളും മദ്യവും മയക്കുമരുന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങളൊന്നും പോലീസ് സ്വീകരിക്കുന്നില്ല. പ്രതികളായ 5 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചതിലും തീരുന്നതല്ല കോളേജ് അധികൃതരുടെ ഉത്തരവാദിത്തം. ഹോസ്റ്റലിലെ വാർഡന്മാരെയും വിശദമായി ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല. റാഗിങ്ങിന് ഇരകളായ വിദ്യാർത്ഥികളിൽ 3 പേരാണ് കോളേജിൽ പരാതി നൽകിയത്. ഇതിലൊരു വിദ്യാർത്ഥിയുടെ മൊഴിയിൽ മാത്രമാണ് കേസെടുത്തത്. ജൂനിയർ വിദ്യാർത്ഥികളെ നഗ്നരാക്കി കട്ടിലിൽ കൈകാലുകൾ ബന്ധിച്ച ശേഷം ഇരയുടെ ശരീരത്തിലുടനീളം കോമ്പസും ഡിവൈഡറും ഉപയോഗിച്ച് നരാധന്മാർ കുത്തിക്കിഴയ്ക്കുമ്പോൾ പീഡകന്മാർ CPM നേതാവ് MM മണി പഠിപ്പിച്ചതുപോലെ 1 2 3 എന്ന് എണ്ണം പറയുന്നതും വീഡിയോയിൽ കാണാം. രക്തം വാർന്നൊഴുകി മരണവേദനയിൽ ജൂനിയർ വിദ്യാർത്ഥികൾ പിടയുമ്പോൾ മുറിവിലേക്ക് ലോഷൻ ഒഴിക്കുകയും ക്രീം തേക്കുകയും ചെയ്തെന്നും FIRൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇരയുടെ പിടച്ചിലിൽ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് പിന്നീട് കണ്ട് രസിക്കുന്നതും കോളേജിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഷെയർ ചെയ്തതൊന്നും FIRൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അർദ്ധരാത്രി പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു 3 മാസമായി പീഡനം. നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ മുറിയിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുന്നതും പതിവായിരുന്നു. എല്ലാ ആഴ്ചകളിലും ജൂനിയർ വിദ്യാർത്ഥികൾ സീനിയർ ഗുണ്ടകൾക്ക് 800 രൂപ വീതം മദ്യപാനത്തിനായി നൽകണമായിരുന്നു. ഇത് നൽകാതെ വരുന്നതുവരെ രാത്രി ക്രൂരമായി ആക്രമിക്കുന്നതായിരുന്നു പതിവ്. പ്രതികളിൽ 1ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് ഗൂഗിൾ പേ വഴി പ്രതികൾ പതിവായി പണം വാങ്ങിയതിന് തെളിവുകൾ പോലീസിന് കിട്ടിയത് വലിയ കുറ്റകൃത്യമായി പോലീസ് കാണുന്നില്ല. പലപ്പോഴായി 20,000-ലേറെ രൂപ ഇത്തരത്തിൽ പ്രതികൾ വാങ്ങിയെടുത്തതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കോട്ടയം നഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന റാഗിംഗ് ആയിരുന്നില്ല, മറിച്ച് കൊലയായിരുന്നു എന്നത് CPM നിഷേധിക്കുകയാണ്. മാത്രമല്ല, പ്രതികളെ രക്ഷിക്കാൻ പരമാവധി ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടിത്തൂക്കുക, സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക, നഖത്തിനിടയിൽ ആണി കയറ്റുക, കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ക്രൂരകൃത്യങ്ങൾ പോലീസ് പിടിച്ചെടുത്ത മൊബൈൽ ദൃശ്യങ്ങളിലുണ്ട്. ഇവയെല്ലാം ഒഴിവാക്കിയാണ് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പീഡനത്തിനിരയായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ പകുതി പോലും FIRൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാന പ്രതി രാഹുൽ രാജിന്റെ CPM സ്വാധീനവും സംഘടനാ ബന്ധവും മറയാക്കിയായിരുന്നു ക്രൂരതകൾ. മനസാക്ഷിയെ നടുക്കിയ സംഭവത്തിൽ സംസ്ഥാന മന്ത്രിമാരോ ഇടത് രാഷ്ട്രീയ സംഘടനകളോ ജനപ്രതിനിധികളോ അപലപിക്കാൻ ഇതുവരെ തയ്യാറായതുമില്ല. ക്രൂരമായ കൊല്ലാകൊല സഹിക്കാനാവാതെ വിദ്യാർത്ഥികൾ കോളേജ് അധികൃതർക്ക് നൽകിയ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായതായി. പിന്നീട് കേസ് മയപ്പെടുത്താൻ പോലീസിലും ഇടപെടലുണ്ടായി. 14 ദിവസത്തെ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാത്തതും ഉന്നത സ്വാധീനത്തിലാണെന്ന് പറയുന്നു. പ്രതികളായ വിദ്യാർത്ഥികളിൽ ചിലർ പാർട്ടി സ്വാധീനത്തിലാണ് നഴ്സിംഗ് പ്രവേശനം നേടിയതും. അറസ്റ്റിലായ വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നറിയാൻ വൈദ്യ പരിശോധനയും നടത്തിയില്ല.